ഞാൻ ഏറെ സ്നേഹിക്കുന്ന ആളാണ് അക്ബർ ഖാൻ. ഞാൻ ഏറെ പ്രാർത്ഥിക്കാറുണ്ട് അദ്ദേഹത്തിന്. ഈ കഴിഞ്ഞ ഹജ്ജ് വേളയിൽ പോലും ഞങ്ങൾ കണ്ടു. അദ്ദേഹം ഉറങ്ങുന്നിടത്ത് ഞാൻ ചെന്നു, അദ്ദേഹത്തെ വിളിച്ചുണർത്തി സലാം പറഞ്ഞു, വിശേഷങ്ങൾ ചോദിച്ചു. ഞാൻ അന്ന് മുഴുവനും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. കാരണം മലയാളി മണ്ണിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു എം അക്ബർ ഇല്ല, സമസ്തക്കാർക്ക് ഒരു എം അക്ബർ ഇല്ല, ഇവിടുത്തെ തബ്ലീഗ് ജമാഅത്തിന് ഒരു എം അക്ബർ ഇല്ല, ഇവിടുത്തെ സമസ്തകൾക്കില്ല, ഇവിടുത്തെ മടവൂരികൾക്കില്ല. നമ്മുടെ ഭാഗ്യമായിരുന്നു നമ്മുടെ എം അക്ബർ ഖാൻ. ഇന്നും അതെ, നമുക്കെതിരെ ഇബ്രാഹിമില്ല. അക്ബർ ഖാന്റെ ഒരു പ്രത്യേകത, എന്തൊരു ഇഷ്യൂസ് ഉണ്ടായാലും എന്തൊരു പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് സമഗ്രമായി പഠിച്ച് കൃത്യമായി വാദപ്രതിവാദങ്ങളും ചോദ്യോത്തരങ്ങളും വിഷയാവതരണങ്ങളും ഗ്രന്ഥരചനകളും നടത്തിയ ഒരു മഹാ പണ്ഡിതനാണ് ബഹുമാനനായ എം അക്ബർ സാഹിബ്. അദ്ദേഹം ഏത് വിഷയം ഉണ്ടായാലും, ഒരു ഉദാഹരണം, ലോകത്ത് സാമ്പത്തിക ക്രൈസിസ് ഉണ്ടായി, അതിനെക്കുറിച്ച് സമഗ്രമായി അദ്ദേഹം പഠിച്ചു. അപാരമായ നോളജ് മലയാളി മക്കൾക്ക് അദ്ദേഹം നൽകി. തോമസ് ഐസക് വരെ അക്ബർ ഖാന്റെ ബുക്ക് റെഫർ ചെയ്തു, റഫറൻസ് ഗ്രന്ഥമായി കേരളം അംഗീകരിച്ചു. അത്രമാത്രമുണ്ട് എം അക്ബർ സാഹിബിന്. ഹിന്ദുധർമ്മം പരിചയവും ഹിന്ദുധർമ്മത്തെ കുറിച്ച് അദ്ദേഹം ഒരു ഗ്രന്ഥം എഴുതി, അവാർഡ് കിട്ടി കേരളത്തിൽ. ഹിന്ദു ഗ്രന്ഥങ്ങളെ കുറിച്ച് ഋഗ്വേദ, സാമവേദ, അഥർവവേദ, യജുർവേദാദികൾ 108 സുപ്രധാനമായ ഉപനിഷത്തുക്കൾ, അതിലേറെ ശ്രദ്ധേയമായ ദശോപനിഷത്തുക്കൾ, ആരണ്യകങ്ങൾ, ശ്രുതികൾ, ഇതെല്ലാം പഠിച്ച് അപാരമായ പഠനം നടത്തി ഗ്രന്ഥമെഴുതി അവാർഡ് കിട്ടിയ പണ്ഡിത കേസരി, ചിന്തകൻ, എഴുത്തുകാരൻ, ബുദ്ധിജീവി, പ്രബോധകൻ, 3 മതങ്ങളെ, പ്രബലമതങ്ങളെ താരതമ്യം ചെയ്യുന്ന പണ്ഡിതൻ. സുന്നികൾ പോലും അക്ബർ ഖാന്റെ പേരിൽ അഭിമാനിച്ചു, ഞങ്ങൾക്കൊരു അക്ബർ ഉണ്ട് എന്ന്. ആ അക്ബർ ഖാനിൽ നിന്ന് ഇന്ന് വരെ ഇല്ലാത്ത, നീതിവിരുദ്ധമായ, പക്വതയില്ലാത്തൊരു നിലപാടുണ്ടായപ്പോൾ മുഴുവൻ മുജാഹിദുകളും വേദനിച്ചു. മുഴുവൻ മുജാഹിദുകളും വേദനിച്ചു. പക്ഷെ അവർക്ക് ഇപ്പോഴും നിങ്ങളോട് വെറുപ്പില്ല. എല്ലാവരും അത് പറഞ്ഞു. അക്ബർ ഖാൻ പറയാൻ പാടുണ്ടായിരുന്നില്ല. അക്ബർ ഖാന്റെ മേഖല അതല്ല. ഞാൻ എന്റെ ഒരു വേദന അറിയിക്കാൻ ഞങ്ങളെ, ഈ വിവാദങ്ങൾ കുറെ കാലമായല്ലോ. ഞാൻ അക്ബർ സാഹിബിനെ 2 തവണ വിളിച്ചിട്ടുണ്ട് ഈ വിഷയമായി. ഒന്നിനെ പുറത്താക്കിയത്, ഒന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചു അക്ബർ ഖാനോട്, അക്ബർ ഖാൻ, തരനാരിയെ കീറി എന്ത് വിഷയം അവതരിപ്പിച്ചാണല്ലേ നിങ്ങള്? സൊഡോമിസം സാർവത്രികമായി നമ്മുടെ കോടതികൾ വരെ സ്വവർഗരതി നിയമം മൂലം അംഗീകരിക്കുന്ന ഘട്ടം വന്നു. അന്ന് ഞാൻ ഓർക്കുകയാണ്, ടൗൺ ഹാളിലെ 1ാമത്തെ കസേരയിൽ ഞാനിരുന്നു. അക്ബർ ഖാൻ അവതരിപ്പിക്കുന്നത് പുതിയ പുതിയ വിവരങ്ങൾ കേട്ടും അപാരമായ നോളജുകൾ കേട്ടും എഴുന്നേറ്റ് പോകാതെ ഇരുന്ന് ഞാൻ കേട്ടു. ഞാൻ അത്ഭുതത്തോടെ പറയട്ടെ, അക്ബർ സാഹിബിന് സാധിക്കുന്ന അപ്പോഴുള്ള രേഖകൾ എത്രയും പെട്ടെന്ന് ലേഖനമാക്കാൻ അക്ബർ സാഹിബിന് കഴിവുള്ള പോലെ ശരിയമുണ്ടം അബ്ദുൽ ഹമീദ് മദനി അദ്ദേഹത്തിന്റെ ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ 2 ആളുകളെ സവിശേഷമായി ഞാൻ ശ്രദ്ധിച്ചു. ഒന്ന് എം അക്ബറാണ്, 3 പേരെ ഞാൻ ശ്രദ്ധിച്ചു. എഴുത്തിന്റെ പ്രാവീണ്യം, ഒന്ന് സുഹൈർ ചുങ്കത്തറയാണ്, മറ്റൊന്ന് അക്ബറാണ്, മറ്റൊന്ന് സുബൈറാണ്. മുമ്പ് സഹോദരങ്ങളെ, അങ്ങനെ പ്രശംസിക്കപ്പെട്ടവർ ആരുടെ മുമ്പിലും ആദർശപരമായി തലകുണിക്കേണ്ടി വന്നിട്ടില്ലാത്ത അക്ബർ ഖാക്ക് മെനയാന്ന് മുതൽ ഫോൺ എടുക്കാൻ കഴിയുന്നില്ല. ചില കാരണം അക്ബർ ഖാൻ മനസ്സിലാക്കിയതാണ് ശരിയെങ്കിൽ അതിന്റെ പേരിൽ മീറ്റിംഗ് കൂടാൻ നിശ്ചിന്റെ പേരിൽ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. ഏറ്റവും പ്രസിദ്ധമായ ഒരു പ്രസ്ഥാനത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായ കാര്യത്തിൽ പഠിക്കണ്ടേ എന്ന് ചോദിച്ചു ഞാൻ അക്ബർ ഖാനോട്. യാ ഇബാദത്ത്, നിങ്ങൾ പഠിക്കണ്ടേ? എന്നോട് പറഞ്ഞ വാക്ക് എന്താ അറിയൂ? ഞാനത് അല്ലാഹുവിലേക്ക് കൊടുന്നു. എന്താ വാക്ക്? എനിക്ക് ടച്ച് ചെയ്യേണ്ട ഒരു വിഷയമല്ല, ഒരു കയമ്പൂല്ലാത്ത കാര്യം. ഞാൻ നിശ്ചോപത്തിന്റെ പ്രവർത്തകൻ, ഇസ്ലാമിനെ ലോകത്ത് പഠിപ്പിക്കുന്നതാണ് എന്റെ ഡ്യൂട്ടി. അതൊക്കെ വേറെ ആളുകൾ ചർച്ച ചെയ്യണം. ശരിയാണ്, നല്ല വാക്കാണ്. ഒരു 100 പേരോടെങ്കിലും അക്ബർ സാഹിബ് ഇത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ അക്ബർ ആർക്ക് വേണ്ടി സംസാരിച്ചു എന്ന് സ്വയം ചിന്തിക്കേണ്ടതുണ്ട്. ആർക്ക് വേണ്ടി സംസാരിച്ചു, എത്രത്തോളം എന്ന് പറഞ്ഞാൽ മറ്റു പലരേക്കാൾ മുജാഹിദുകൾക്ക് വേദനിപ്പിക്കും വിധം അക്ബർ ഖാൻ സംസാരിച്ചു കഴിഞ്ഞു. നമുക്കതിൽ വലിയ വേദനയുണ്ട്. പല കാര്യങ്ങളിലും അദ്ദേഹം ആ നിലക്ക് സംസാരിച്ചു. എല്ലാ ശത്രുക്കളും നമ്മുടെ നേരെ പറയുന്ന അതേ വാക്ക് അദ്ദേഹം ഉപയോഗിച്ചു.
എന്തിന്? ഓരോ കാര്യം നിങ്ങൾ നോക്ക്. ഞാൻ പറഞ്ഞു, ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും അതെല്ലാം കീറി മുറിച്ച് അദ്ദേഹം പുസ്തകങ്ങൾ എഴുതി. എല്ലാവർക്കും അത് കിട്ടി, എല്ലാവരും അത് വായിച്ചു. ആ ഒരു അവധാനത ഈ വിഷയത്തിൽ കാണിക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. ഇനിയും സമയമുണ്ട്. അതെനിക്ക് പറ്റിയൊരു വൈകാരികതയാണ് എന്ന് പറയാൻ ഇനിയും സമയമുണ്ട്. പുതിയ പുതിയ വാദങ്ങൾ കടന്നു വരികയാണ്. പുതിയ പുതിയ വാദങ്ങളും ആശയങ്ങളും കടന്നു വരികയാണ്. തൗഹീദിനെ പൊതുസമൂഹത്തിൽ പോലും അവതരിപ്പിക്കുവാൻ സാധ്യമല്ലാതാക്കുമാറുള്ള വാദങ്ങൾ. വിഷ്ണുവിനെ എല്ലായിടത്തും വിഷ്ണുവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് മഹാവിഷ്ണുവിനെ, ആ വിഷ്ണുവിന് കഴിയുമെന്ന് വിചാരിക്കുന്ന ഒരു കഴിവ്, അത് ചോദിച്ചാൽ ബഹുദൈവാരാധനയാകുമെന്ന് ഇവിടെയുള്ള അമുസ്ലിങ്ങളുടെ മുന്നിൽ ചങ്കൂറ്റത്തോടുകൂടി പറയാൻ കഴിയുന്നവൻ മുജാഹിദ് മാത്രമാണ്, സലഫി പ്രവർത്തകൻ മാത്രമാണ്. എന്തുകൊണ്ടെന്നാൽ ഈ രൂപത്തിൽ കൃത്യമായി ആരാധനയെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് അവതരിപ്പിക്കുവാൻ, ഈ രൂപത്തിൽ കൃത്യമായി തൗഹീദിനെയും ശിർക്കിനെയും ബഹുദൈവാരാധനയും ഏകദൈവാരാധനയും വ്യവച്ഛേദിക്കുവാൻ മറ്റൊരാൾക്കും സാധ്യമല്ല. എന്തുകൊണ്ടെന്നാൽ ഖുർആനും തിരുസുന്നത്തും നൽകിയ കൃത്യമായ ആശയമാണത്. വിഷ്ണു ഒരു ജിന്നാണെന്ന് വന്നാൽ, വിഷ്ണു ഒരു മലക്കാണെന്ന് വന്നാൽ, ആ വിഷ്ണു മലക്കാണി എന്നും ജിന്നാണി എന്നും ഞാൻ വ്യാഖ്യാനിച്ചു എന്ന് പറയല്ലേ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നത് തന്നെ ഞങ്ങളും വിശ്വസിക്കുന്നത് എന്ന ചോദ്യത്തിന്, എന്താണ് അതിലുള്ള പ്രശ്നം എന്ന ചോദ്യത്തിന് മറുപടി നൽകാൻ കഴിയാതിരിക്കുമാറ് സലഫികൾക്ക് തൗഹീദിന്റെ വിഷയത്തിലുണ്ടായിരുന്ന അജയ്യതമായ ബോധത്തെ തകർത്ത് കളയുവാൻ ആര് ശ്രമിച്ചാലും ആ തകർക്കലിനെതിരെ പ്രതിരോധിക്കുക എന്ന ദൗത്യം നിർവഹിക്കാതെ ഈ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. സഹോദരങ്ങളെ, സങ്കല്പിച്ചുണ്ടാക്കാൻ ഇതുവരെ ആരും പറയാത്തൊരു പുതുമട്ട് കൊടുത്തു. ഇനി അനീഫ്കായ അനുസ്വാദം ഏറ്റെടുത്തോളൂ. നിങ്ങൾ ഒന്നുകൂടെ ആലോചിക്കണം. ആരെങ്കിലും അങ്ങനെ നോക്കൂ, സങ്കല്പിച്ചുണ്ടാക്കുകയാണ്. എന്നിട്ട് പാവപ്പെട്ട വിശ്വാസികളിൽ അത് അടിച്ചേൽപ്പിക്കുകയാണ്. അത് മലക്കാണെന്ന് വന്നാൽ, ജിന്നാണെന്ന് വന്നാൽ ഊഹമല്ലേ അക്ബർക്കാത്? സങ്കല്പമല്ലേ അക്ബർക്കാത്? പ്രത്യേകിച്ച് ഹൈന്ദവ കഥാപാത്രങ്ങൾ യാഥാർത്ഥ്യമാണോ അക്ബർക്ക? അത് പഠിപ്പിച്ച, ഞങ്ങളെ പഠിപ്പിച്ച, അതിന് പുസ്തകം എഴുതിയ അക്ബർക്ക, നിങ്ങൾക്ക് എന്ത് പറ്റി? ആർക്ക് വേണ്ടി നിങ്ങൾ സംസാരിച്ചു? ഞങ്ങൾക്ക് വേദനയുണ്ട്. ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഹുസൈൻ സലഫി പറഞ്ഞ പോലെ ഒരൈക്യാഹ്വാനം എന്ന മഹത്വം നിങ്ങൾക്കുണ്ടാകുമെന്നാണ്. പക്ഷേ നിങ്ങളൊരു ഗ്രൂപ്പിനെ സന്തോഷിപ്പിച്ചു, നിങ്ങളൊരു ഗ്രൂപ്പിന്റെ വിജയത്തിന് വേണ്ടി പരിശ്രമിച്ചു, ഹക്കിന് വേണ്ടിയല്ല എന്നതിൽ ഞങ്ങൾക്ക് വേദനയുണ്ട്. എത്ര